യൂറിയ കാളിപ്പനയുടെ കുഴവള്ളി കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ഏതാണ്ട് ഒരു 50 കൊല്ലത്തെ പഴക്കം വരുന്ന സാധനം. കാളിപ്പനയുടെ കുല മൂത്ത കുല വെട്ടിയെടുത്ത് അത് വെയിലത്തിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ കായെല്ലാം ചിരണ്ടിപ്പെറുക്കി കളഞ്ഞേച്ച് ഉറി വിരിക്കണത്. ഉറി വിരിച്ച് കഴിഞ്ഞാൽ ഒരു 50 കൊല്ലം ശരാശരി ഉപയോഗിക്കാവുന്ന സാധനമാണ് ഉറി. ഉറി എന്ന് പറയുന്നത് 2-3 സൈസ് ഉറി ഉണ്ടാക്കാം. ഒന്ന് തട്ട് കെട്ടി ഉണ്ടാക്കാം, ഒന്ന് തിരികടയിൽ ഉണ്ടാക്കാം, വെറുതെ മുപ്പരിയായിട്ട് ഒരു സാധനം. അങ്ങനെ 3 രീതിയിൽ ഞാൻ ഉറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ശരാശരി. അതിലാണ്ട് ഒരു 50 കിലോ ഒരു വീട്ടിലെ ഉള്ള ഉപകരണ സാധനങ്ങളെല്ലാം വയ്ക്കും. ഒരു 3 മുറി ഉണ്ടെങ്കിൽ ഉപകരണ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത് വയ്ക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഉറിക്കകത്ത് വയ്ക്കുന്നത്. ഇപ്പോൾ എല്ലാം നിലത്തോടയിലേക്ക് തട്ട് ഇട്ടൊക്കെ ആയില്ലേ. മറ്റേ നേരത്തെ എൻ്റെ ഓർമ്മയിലൊക്കെ ഏത് വീടായിരുന്നാലും ആ വീട്ടിലൊരു 3-4 ഉറിയില്ലാത്ത ഒരൊറ്റ വീടുമില്ല. ഇപ്പോൾ ഉറി എന്ന് പറയുന്നത് 1000 ഒരു വീട്ടിലും കാണാനും ഇല്ല, ഒട്ടും ഇല്ലേം താനും. ആർക്കും ഉണ്ടാക്കാനും അറിയാൻ പാടില്ല. ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 ചെറുപ്പം മുതൽ തന്നെ കുറേശ്ശെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ചെറുപ്പം മുതൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പായ, കൊട്ട, വട്ടി, ഉറി, തുപ്പിക്കുട, ഓലക്കുട, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെയ്യ, പൻപ് നെയ്യുന്നുണ്ട്. മുറം കെട്ടാൻ അറിയാൻ പാടില്ല. ബാക്കി അങ്ങനെ ഉപകരണ സാധനങ്ങളെല്ലാം ഒരു വീട്ടിലേക്ക് കൊണ്ട് ഒരുമാതിരിയുള്ള ഉപകരണ സാധനങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ മുറം, അല്ലാണ്ട് പഴയ മുറ ഇല്ലല്ലോ. പഴയ മുറ ആർക്കും നെയ്യാനും അറിയാൻ പാടില്ല. ഞാൻ കുറേശ്ശെ മുറം നെയ്യാൻ അറിയുകയും ചെയ്യാം. ഇപ്പം മൊത്തം പ്ലാസ്റ്റിക് സാധനമല്ലേ എല്ലാ വീടുകളിലും ഉള്ളൂ, അല്ലാണ്ട് വേറെ സാധനം ഇല്ലല്ലോ. പൻപ് നെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ രീതി ഒരു വീട്ടിലൊരു 4-5 പൻപില്ലാത്ത വീടില്ല എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ. അത് നെല്ലുണങ്ങാൻ മാത്രം, പിന്നെ കുരുമുളക് വറുത്തിട്ടുണങ്ങും, ബാക്കി കപ്പ ഉണങ്ങും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണങ്ങുന്നത് പൻപയിലായിരുന്നു. ഇപ്പം എല്ലാം പടതയിലും ഇതിലൊക്കെ ഇല്ലേ. പടതയിൽ നെല്ലിട്ട് കഴിഞ്ഞാൽ ഒരു വെയിൽ കൊള്ളുമ്പോഴത്തേനും പടത അങ്ങ് വേർക്കും. നെല്ലിനപ്പം തണിഞ്ഞ് വേർപ്പ് കയറി നെല്ല് തണുപ്പാകും. അപ്പം നെല്ല് ഉണങ്ങി കിട്ടില്ല. അതിനകത്ത് ഇപ്പം പൻപെന്ന് പറയുന്ന സാധനം കാണാനേ ഇല്ല. വളരെ ചുരുക്കം വീടുകളിൽ കാണാനുള്ളൂ പൻപെന്ന് പറയുന്ന സാധനം. അല്ലാതെ ഇപ്പോൾ വേറിട്ട് അതുകൊണ്ട് തന്നെ കോറുകൊട്ട എന്ന് പറയുന്ന സാധനം ഇപ്പോൾ കാണാനില്ല. നല്ല കോറുകൊട്ട എന്ന് പറയുന്ന സാധനം കോറുകൊട്ട നിരത്തി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഉള്ളൂ. ഇപ്പോൾ കോറുകൊട്ട വളരെ ചുരുക്കേ ഉള്ളൂ. അതോ ഉള്ളത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോണി പോലെ ഇരിക്കും. കൊട്ടയുടെ രീതിയല്ല ആ സാധനം ഇരിക്കുന്നത്. ആർക്കും ഇപ്പോൾ പഴയ രീതി കോറുകൊട്ട ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. ഞാൻ ചെറുതായിട്ട് കോറുകൊട്ടയൊക്കെ നെയ്ത് എൻ്റെ ആവശ്യത്തിന് ഞാൻ തന്നെ നെയ്ത് കെട്ടിയെടുക്കുന്നുണ്ട്. തട്ടുകല്ല് ഉറിക്കകത്ത് ചെടിച്ചട്ടി വയ്ക്കാം. ഏത് പാത്രം പ്ലാസ്റ്റിക് ഒഴികെ ബാക്കി മൺപാത്രത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പും നിൽക്കും, തൂക്കി ഇടുകയും ചെയ്യാം, യാതൊരു ശൈലിയും ഉണ്ടാവില്ല. ഒരു ചെടി വയ്ക്കാനാണെങ്കിൽ ഒരു 15-20 കൊല്ലത്തിന് യാതൊരു കുഴപ്പമില്ല. കാളിപ്പനയുടെ വള്ളിയെടുത്ത് ചെറുതായിട്ട് പിരിച്ച് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ പിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു 10-15 കൊല്ലം തൂക്കിയിടാം. ഇപ്പോഴത്തെ രീതി പ്ലാസ്റ്റിക്കിൻ്റെ സാധനത്തെക്കാളും നല്ല സാധനമാണ് ഉറി. കാഴ്ചയ്ക്ക് ഭംഗിയുണ്ട്, നല്ലതുമാണ്. അത് ഉറി തട്ട് വേണമെങ്കിൽ തട്ടുണ്ടാക്കാം, അല്ല തിരികടയായിട്ട് വേണമെങ്കിൽ തിരികടയായിട്ടുണ്ടാക്കാം. ഏത് രീതിയിൽ വേണമെങ്കിൽ ഉറി ഉണ്ടാക്കാം. കാളിപ്പനയുടെ പോളയെന്ന് നാരെടുത്തിട്ട് അത് ഗിറുക എന്ന് പറയും. ആ സാധനം എടുത്ത് പിരിക്കുക.
പിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിക്കാൻ കുറച്ചധികം പാടുണ്ട്, കൈയൊക്കെ വേദന എടുക്കുന്ന തൊഴിലാണ്. ആ ചെറുതായിട്ട് പിരിച്ചിട്ട് ഒരു കയറുണ്ടാകും. സാധാരണ നമ്മുടെ കൈയുടെ ചൂണ്ടാന്തി വളറിൻ്റെ മുഴുപ്പ് ഒരു കയറുണ്ടാക്കാമെങ്കിൽ ഏത് ആനേനെ വരെയും പിടിച്ചു കെട്ടാവുന്ന സാധനമാണ് ആ സാധനം. അങ്ങനെ ഇഷ്ടം പോലെ കയറ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കാളിപ്പനയുടെ പുറത്തേക്ക് കയറുണ്ടാക്കി ആടിനെ കെട്ടണം മിക്കവാറും കയറുകൊണ്ടാണ്. ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് കയറ് മേടിച്ചില്ല, പനയുടെ പക്ഷേ മുഴുപ്പ് തീരെ കുറവാണ്. ആട് എത്ര ആരോഗ്യമുള്ള ആടായിരുന്നാലും ഒരു തന്തവരുടെ മുഴുപ്പുള്ള കയറിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഒരിടത്തേക്കും പോവില്ല. ആട് കയറ് പൊട്ടിക്കുകയില്ല. ഒരു 5 കൊല്ലത്തേന് ഷൂറായിട്ട് കൊണ്ടാൽ നടക്കാം. വെള്ളത്തിലോ ചെളിയിലോ എവിടെ വേണമെങ്കിൽ കൊണ്ടിട്ട് കെട്ടിയാലും ഒടിയുമില്ല, നുറുങ്ങുമില്ല, പൊട്ടുമില്ല, പോവുമില്ല. കുടപ്പന വെട്ടി പൊതിച്ച് അത് അതിൻ്റെ അകത്തെ കാമ്പെടുത്ത് കൊണ്ടുവന്ന് ഇടിച്ച് പിഴിഞ്ഞ് ഒരു 7 ഊറ്റ് ഊറ്റും. ആ 7 ഊറ്റ് ഊറ്റിക്കഴിയുമ്പോഴത്തേനും അതിൻ്റെ കട്ടും കമർപ്പും എല്ലാം പോയിട്ട് അതുകൊണ്ട് അടയുണ്ടാക്കാം, കുറുക്കുണ്ടാക്കാം, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കി കഴിക്കാം. യാതൊരു കട്ടോ കമർപ്പോ വിഷമോ ഇതൊന്നും ഉള്ളതല്ല സാധനം. അതുകൊണ്ട് തന്നെ കാളിപ്പന വെട്ടി എടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ ചോറെടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് നല്ല മുറുക്കമുള്ള സാധനം അതും മനുഷ്യനെ കഴിക്കാൻ നല്ല സാധനങ്ങളാണ്. അല്ല ഇപ്പോൾ തിന്നുമ്പോഴുള്ള വിഷമുള്ള സാധനങ്ങളൊന്നുമല്ല ഞാനൊക്കെ കഴിക്കേണ്ടിരുന്നത്. നല്ല കപ്പ, കാച്ചിൽ, ചേമ്പ്, ചെറുകിഴങ്ങ്, കാട്ട് കിഴങ്ങെന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് നല്ല സാധനമാണ്. പ്രകൃതിക്ക് ഇണങ്ങുന്ന സാധനങ്ങൾ ഉപയോഗിക്കാം. അതാരും ഇപ്പോൾ ചെയ്യണമില്ലല്ലോ. ആർക്കും അറിയാനും പാടില്ല, അറിയാവുന്നവർ ചെയ്യുകയില്ല, ചെയ്യിക്കുകയില്ല. ഉപയോഗിക്കണം ഇപ്പോൾ പഴയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കണം. മാനൊക്കെ ഭംഗിക്കുറവാണ്. ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അത് ഭംഗിയില്ല. സാധനത്തിന് കൊട്ട, മുറം, പൻപ് ഇങ്ങനെയുള്ള ഒരു സാധനത്തിനും ഭംഗിയില്ല. അപ്പോൾ എല്ലാം പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഉപയോഗമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ സുഖക്കുറവുണ്ട് മനുഷ്യന്. പുതിയ തലമുറ ഈ സാധനങ്ങളൊക്കെ കണ്ടു പഠിക്കണം. അതാണ് ആവശ്യം. ഇപ്പോഴത്തെ രീതിയിൽ പഴയ പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടു പഠിച്ച് പുതിയ തലമുറകൾക്ക് ഇത് കൈ മാറി മാറി വരാമെങ്കിൽ നല്ല കാര്യങ്ങളാണ്.